ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേ ഞാൻ കുറച്ച് മിത്തായിട്ടാണ് വന്നേക്കണ്. കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ കുറേ പേര് മിത്തൊക്കെ കമൻറ്റ് ചെയ്തു. നമുക്കിനി അതൊക്കെ നോക്കി നോക്കാം. അപ്പോൾ ആദ്യത്തെ മിത്ത് ഇതാണ്. ബ്രോ, ഒരു കാർ സ്പോൺ ചെയ്യുക, എന്നിട്ട് സ്ലോ മോഷൻ സ്വിച്ച് ഞെക്കുക, എന്നിട്ട് കയറുക. അപ്പോൾ സ്ലോ മോഷനിൽ ഓടിക്കണം. വേറെ എന്നിട്ട് സ്ലോ മോഷൻ സ്വിച്ച് ഞെക്കിയാൽ മാജിക് നടക്കും. പ്ലീസ് ട്രൈ. ഓക്കെ, എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട്. നമുക്കപ്പോൾ ആ മിത്തില്ലേ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് ആദ്യമേ ഒരു കാർ സ്പോൺ ചെയ്യാം. ഏത് കാർ സ്പോൺ ചെയ്യുക? നമുക്ക് ഇന്നോവ സ്പോൺ ചെയ്യാം. 1207 അതാണ് ചീറ്റ് കോഡ്. ഓക്കെ, ഇന്നോവ അങ്ങനെ സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇനി സ്ലോ മോഷൻ ഞെക്കുക. സ്ലോ മോഷൻ ഞെക്കിയിട്ട് വണ്ടിയിൽ കയറുക. അന്നേരം നമുക്ക് സ്ലോ മോഷനിൽ വണ്ടി ഓടിക്കാൻ പറ്റേ. ഇനി വീണ്ടും ആ സ്ലോ മോഷൻ്റെ ബട്ടൺ അമർത്താ. അന്നേരം ഈ വണ്ടി ജമ്പ് ചെയ്യും. ഇതുണ്ടില്ലേ, സ്ലോ മോഷനിൽ ജമ്പ് ചെയ്തു. ഇതിപ്പോൾ കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ് ആ മിത്തിൽ ഉദ്ദേശിച്ചത്. ഈ മിത്ത് അപ്പോൾ വർക്കിംഗ് ആണ്. നമുക്കിനി രണ്ടാമത്തെ മിത്ത് നോക്കാം. ഈ മിത്തിൽ പറയണത് RGS ടൂളിൽ ബ്ലാസ്റ്റ് എന്ന് അടിച്ചാൽ കാറ് ബ്ലാസ്റ്റ് ആവും. അത് ശരി, അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ഏതായാലും ട്രൈ ചെയ്യാം. നമുക്കപ്പോൾ ആദ്യമേ RGS ടൂൾ ഓപ്പൺ ആക്കാം. എന്നിട്ട് അതിൽ ബ്ലാസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. BLAST. ഓ ഗൈസ്, ഇത് കണ്ടില്ലേ, ഈ പരിസരത്തുള്ള എല്ലാ വണ്ടികളും പൊട്ടിത്തെറിച്ചു. ഇത് കൊള്ളാണ്ട. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണണേ. ഇത് ഏതൊരു അപ്ഡേറ്റിൽ വന്നതോ ഞാൻ പക്ഷേ ഇപ്പോഴാണ് അറിയണേ. എന്തുട്ടായാലും ഈ മിത്ത് വർക്കിങ്ങാ. ഇനിയിപ്പോൾ നമുക്ക് മൂന്നാമത്തെ മിത്ത് നോക്കാം. ഈ മിത്തിൽ പറയണതേ, ബ്രോ മൈക്കിളായിട്ട് സ്പീഡിൽ വണ്ടി ഓടിച്ച് ഇടിച്ചാൽ മാജിക്ക്. ഓക്കെ, നമുക്കത് ട്രൈ ചെയ്യാം. അതിനായിട്ട് ആദ്യമേ നമുക്ക് മൈക്കിളായിട്ട് മാറാം. പിന്നെ മൈക്കിളിൻ്റെ ക്യാരക്ടർ ഇൻസ്റ്റാൾ ചെയ്യില്ലേ, അതിന് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. ഇവിടെ ഞാൻ RGS മെനുവിൽ മൈക്കിളിൻ്റെ ക്യാരക്ടർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്താലേ നമ്മൾ മൈക്കിളായിട്ട് മാറും. ഇനി നമുക്ക് വണ്ടി നല്ല സ്പീഡിൽ ഓടിക്കാം. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കാം. അന്നേരം ഒരു മാജിക്ക് സംഭവിക്കുന്ന പറയണേ. അതെന്തുട്ടാണാവും മാജിക്ക്? നമ്മൾ മിക്കവാറും ചാവും. എന്തുട്ടായാലും നോക്കി നോക്കാം. നമ്മളിതേ ബൈക്കിൽ നിന്ന് തെറിച്ച് വീണു. നല്ല സ്പീഡിൽ കൊണ്ടുപോയി ഇടിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഇതെന്തത്? മൈക്കിളിന് വിഗായിരുന്ന വിഗ് ഊരി പോന്നല്ലോ. അത് ശരി. അതെ, ഞാൻ ഡ്രോൺ ഓണാക്കി കാണിച്ചു തരാം. ഗൈസ്, ഇത് കണ്ടില്ലേ, മൈക്കിളിൻ്റെ വിഗ് ഊരിപ്പോയി, ഒരു സൈഡിലേക്ക് പോയി. ഇതെന്തോ ഗ്ലിച്ചാന്ന് തോന്നുന്നുണ്ട്. എന്നിട്ടായാലും ഈ മിത്തും വർക്കിങ്ങാ. ഇനി നമുക്ക് നാലാമത്തെ മിത്ത് നോക്കാം. ഇതിൽ പറയണത്, ബ്രോ സൂപ്പർ ജമ്പ് ഓൺ ആക്കുക, എന്നിട്ട് ഗോ ടു നിയർ ദ ട്രീ, നിങ്ങൾ ട്രീയിൽ കയറും. ഓക്കെ, മനസ്സിലായിട്ടുണ്ട്. നമുക്കിനി മിത്ത് ട്രൈ ചെയ്യാം. നമുക്കപ്പോൾ സൂപ്പർ ജമ്പ് ആക്ടിവേറ്റ് ചെയ്യാം. 1215 അതാണ് ചീറ്റ് കോഡ്. നമ്മളെങ്ങനെ സൂപ്പർ ജമ്പ് ആക്ടിവേറ്റ് ചെയ്തു. ഇവിടെ പിന്നെ മുമ്പിലേ വലിയൊരു മരമുണ്ട്. ഈ മരത്തിൻ്റെ മേലെ കയറുന്നാണ് ആ മിത്തിൽ പറഞ്ഞേ. നമുക്ക് നോക്കി നോക്കാം. ഇതൊന്ന് കയറാത്ത. ഇത് കയറിയിട്ടാ. ഗൈസ്, ഇത് നോക്കിയേ, നമ്മുടെ ആള് മരത്തിൻ്റെ മേലെ കയറി. ഇയാൾ പക്ഷെ താഴത്തേക്ക് വീണില്ല. എന്തെങ്കിലും ആവട്ടെ. ഈ മിത്ത് ഇപ്പോൾ ഏതായാലും കൊള്ളാണ്ടാ, നൈസായിട്ടുണ്ട്. ഒരു വെറൈറ്റി മിത്താ. നമുക്കിനി അഞ്ചാമത്തെ മിത്ത് നോക്കാം. ബ്രോ ആദ്യം ബോയ് 2 അടിക്കുക, എന്നിട്ട് NPCD എന്ന് RGS ടൂളിൽ അടിക്കുക, എന്നിട്ട് ഫയർ ഞെക്കുക. ബോയ് NPC പിന്നാലെ ഡാൻസ് കളിച്ച് വരും. അത് ശരി. എന്നിട്ടായാലും ആ മിത്ത് ട്രൈ ചെയ്യാം. നമുക്കപ്പോൾ RGS ടൂളിൽ ബോയ് 2 എന്ന് ടൈപ്പ് ചെയ്യുക. അന്നേരം ബോയ് 2 സ്പോൺ ആവും. ഇനി എന്തൊക്കെ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞേ? NPCD. NPCD അതും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അവൻ്റെ മേലെ വെടി വയ്ക്കുക. വെടി വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടില്ലേ, അവൻ ഡാൻസ് കളിക്കും. ഇവൻ ഡാൻസ് കളിച്ച് എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഇതും ഏതായാലും നൈസായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആറാമത്തെ മിത്ത് നോക്കാം. ബ്രോ 5 ബോയ് 2 സ്പോൺ ചെയ്യൂ, എന്നിട്ട്
3 സ്റ്റാർ വാണ്ടഡ് ലെവലാക്കൂ. വെൻ ദ പോലീസ് അറ്റാക്ക് യു ബോയ് ടു വിൽ നോട്ട് അറ്റാക്ക് യു. എന്താ സംഭവം? എനിക്ക് പിടികിട്ടിയില്ല. എന്നാലും ആ മിത്തിൽ പറഞ്ഞ പോലെ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതേപോലെ വീണ്ടും ചെയ്യാം. ബോയ് ടു സ്പോൺ ചെയ്യാം. അത് പക്ഷേ 5 എണ്ണം സ്പോൺ ചെയ്യണം. അങ്ങനെയാണ് ആ മിത്തിൽ പറഞ്ഞേ. നമുക്കപ്പോൾ 5 വട്ടം ബോയ് ടു എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ 5 വട്ടം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 5 പേര് ഇവിടെ സ്പോൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളോട് 3 സ്റ്റാർ വാണ്ടഡ് ലെവലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇങ്ങനെ ആക്കാ. ആരിനെ വെടിയിക്കുക? ഈ ബോയ് ടൂവിനെയാണോ അല്ലെങ്കിൽ വേറെ വല്ല NPC നെയാണോ? ആരിനെ വെടിയിക്കണ്ടേ? ആ മിത്ത് ശരിക്ക് കമൻറ്റ് ചെയ്തിട്ടില്ലേ? ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല. അതൊരു കാര്യം ചെയ്യാം, നമുക്ക് NPC നെ വെടിയിക്കാം. മുമ്പിൽ പിന്നെ 3 ആൾക്കാരുണ്ട്. നമുക്ക് ആ 3 പേരെ വെടിയിക്കാം. അന്നേരം നമുക്ക് 3 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടി. ഗൈസ്, ഇതുണ്ടില്ലേ, പോലീസ് എൻ്റെ അടുത്തേക്ക് വന്നു. പോലീസുകാരൻ എന്നെ വെടിയിക്കുന്നുണ്ട്. പക്ഷെ ഇവന്മാരൊന്നും ചെയ്യണില്ലേ? ഏയ്, ഇതിപ്പോൾ എന്തായേ? ആ പോലീസുകാരൻ എന്തൊരു പണി കാണിച്ചേ? ഇവന്മാരെ വണ്ടി അടിച്ചു പോന്നു. ആ ബെസ്റ്റ്, നല്ല പോലീസ്. ഇവിടെ ഇപ്പം എന്താ സംഭവിക്കണേ? ഏയ്, ഈ കാറും തെറിച്ചു പോയല്ലോ. ഈ മിത്തിപ്പോൾ വർക്കിംഗ് ആണോ അല്ലേന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്കൊന്നും മനസ്സിലായില്ല. പോലീസുകാരെന്നെ എപ്പോഴും വെടിയിക്കുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് 7ാമത്തെ മിത്ത് നോക്കാം. അതിനു മുൻപ് ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ 7ാമത്തെ മിത്ത് നോക്കാം. പ്ലഗ് ഇൻ ആപ്പിലൂടെ ഒരു സിംഹത്തിനെ എടുക്കുക. എന്നിട്ട് അതിനെ AK-47 കൊണ്ട് വെടിവെച്ചിട്ട് ഡിഫൻഡറിൽ കയറിയാൽ മാജിക് സംഭവിക്കും. ഓക്കെ, നമുക്കത് ട്രൈ ചെയ്യാം. നമുക്കൊരു സിംഹത്തിനെ സ്പോൺ ചെയ്യാം. 11 ചീറ്റ് കോഡ്. ഇവിടെ അങ്ങനെ ഒരു സിംഹം സ്പോണായി. ഇനി അതിനെ വെടിവെക്കുക. വെടിവെച്ചിട്ട് പെട്ടെന്ന് വണ്ടിയിൽ കയറാ. വേഗം കയറ്. അയ്യോ, ഇതിപ്പോൾ എന്തായേ? ആ സിംഹം നമ്മളെ അറ്റാക്ക് ചെയ്തു. ഒരു മിനിറ്റ്, നമ്മൾ ചത്തിട്ടില്ല. നമ്മുടെ ആള് പക്ഷേ എയറിലിരിക്കുക. ഏയ്, ഇതെന്തത്? വണ്ടി ഓടിക്കണോ? ഇതാ മറ്റേ വണ്ടി ഓടിക്കണ ആനിമേഷനാ. നമ്മുടെ ആള് എയറിലിരിക്കുക. മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ പിന്നെ എന്തൊരു ഗ്ലിച്ച് സംഭവിച്ചേക്കാ. എന്തിട്ടായാലും ഈ മിത്ത് നൈസായിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു വെറൈറ്റി മിത്താ. നമ്മുടെ ആള് വണ്ടി ഓടിക്കുന്ന പോലെ കാണിക്കുക, പക്ഷെ വണ്ടി നീങ്ങണില്ല. ഡിഫൻഡർ എപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് 8ാമത്തെ മിത്ത് നോക്കാം. ബ്രോ, ടുങ് ടുങ് സവറിനെ ഫയർ ചെയ്യുമ്പോൾ ഉള്ള സൗണ്ടും സ്നേക്ക് മോൺസ്റ്ററിൻ്റെ സൗണ്ടും ഒരേപോലെയാണ്. ഓക്കെ, നമുക്കത് ട്രൈ ചെയ്യാം. നമുക്കപ്പോൾ ഒരു സ്നേക്ക് മോൺസ്റ്ററിനെ സ്പോൺ ചെയ്യാം. അതിൻ്റെ ചീറ്റ് കോഡ് 4 ആണ്. ഇത് പിന്നെ പ്ലഗ് ഇൻ ആപ്പിൽ നിന്ന് എടുക്കണം കേട്ടാ, അപ്പോഴേ കിട്ടുള്ളൂ. ആ സ്നേക്ക് മോൺസ്റ്റർ അങ്ങനെ സ്പോൺ ആയിട്ടുണ്ട്. ഇനി ടുങ് ടുങ് സവറിനെയും സ്പോൺ ചെയ്യുക. അത് ആർജസ്മിന് വഴി എടുക്കുക. 2 പേരെ സ്പോണാക്കി. ഇനി അവരുടെ സൗണ്ട് നോക്കി നോക്കാം. ഗൈസ്, നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും, 2 പേർക്കും ഒരേ സൗണ്ടാ. ഈ മിത്തപ്പോൾ വർക്കിംഗ് ആണ്. ഇനി നമുക്ക് 9ാമത്തെ മിത്ത് നോക്കാം. ബ്രോ, ഇൻ ദിസ് ന്യൂ അപ്ഡേറ്റ് ദ കാർ വിൽ നെവർ ഡീസ്പോൺ. ശരി, കാർ ഡീസ്പോൺ ആവില്ല എന്നാ? സാധാരണ ഈ കാറുകൾ ഡീസ്പോൺ ആവാറുണ്ട് കേട്ടാ. നമ്മളിപ്പോൾ ഒരു കാർ സ്പോണാക്കി, ഇച്ചിരി ദൂരം പോയാലേ ആ കാർ ഡീസ്പോൺ ആവും. ഇപ്പം അത് അങ്ങനെ സംഭവിക്കില്ല എന്നാ ആ മിത്തിൽ പറയണേ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ ഇഷ്ടം പോലെ വണ്ടികൾ സ്പോൺ ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരു കാറ് ഡീസ്പോൺ ആവുമെന്ന് നോക്കി നോക്കാം. ഡീസ്പോൺ ആയില്ലെങ്കിൽ ഈ മിത്ത് വർക്കിംഗ് ആവും. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ കാറ് സ്പോൺ ആക്കിയിട്ടുണ്ട്. 9 കാറുണ്ട് എൻ്റെ വീടിന് മുമ്പിൽ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ ബീച്ച് വരെ ഒന്ന് പോയിട്ട് വരാം. ബീച്ചിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ആ കാറൊക്കെ അവിടെ ഉണ്ടോയെന്ന് നോക്കി നോക്കാം. അതിലേതെങ്കിലും ഒരു കാറ് ഡീസ്പോൺ ആയ അന്നേരം ഈ മിത്ത് വർക്കാവില്ല. എന്തായി,
ആ വണ്ടികൾ അവിടെ ഉണ്ട്. ഏയ് ഇതെന്തത്? ഈ വണ്ടികൾ ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. അയ് ശരി, ഈ കാറുകളപ്പോൾ ഡീസ്പോൺ ആവില്ലേ? ഇതേതായാലും കൊള്ളാട്ടാ. ഈ മിത്തപ്പോ വർക്കിംഗ് തന്നെയാ. ഇനിയിപ്പോൾ നമുക്കേ അവസാനത്തെ മിത്ത് നോക്കാം. ബ്രോ, ബീച്ചിൽ ബോട്ടും കണ്ട് കുറേ ദൂരം ഓടിച്ചാൽ പാതാളത്തിൽ പോവും. അത് ശരി, നമുക്കപ്പോൾ അതും ട്രൈ ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാനേ ബീച്ചിൽ വന്നേക്കാ. ഇനി നമുക്ക് ബോട്ട് എടുത്ത് കുറച്ച് ദൂരം പോവാം. അന്നേരം പാതാളത്തിൽ എത്തുന്ന പറയണേ. എനിക്ക് തോന്നണതേ കുറച്ചുകൂടി മുമ്പിലേക്ക് പോയാലേ ഈ മാപ്പ് കംപ്ലീറ്റ് ആവുന്ന. അന്നേരം നമ്മൾ നേരെ അടിയിലേക്ക് പോവും. ചില ഗെയിമിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. എന്തൊട്ടായാലും നോക്കി നോക്കാം. Meanwhile, ഗൈസ്, ഇവിടെ ഞാനേ കുറേ ദൂരം വന്നുട്ടാ. എനിക്കിപ്പോൾ ബാക്കിൽ സിറ്റി കാണാനില്ല. നമ്മൾ പക്ഷേ ഇതുവരെയ്ക്കും പാതാളത്തിൽ എത്തിയില്ല. ഇപ്പോഴും മുന്നോട്ട് പോവന്നെയാ. ഇതിപ്പോൾ എവിടെ ചെന്നിട്ടാണോ അവസാനിക്കുക? നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. മുമ്പിലേക്ക് പോവാം. 1 hour later. അതെ, ഇവിടെ ഞാൻ കുറേ നേരമായിട്ട് വണ്ടി ഓടിക്കുക. ഇതിനെന്താ ഒരു അവസാനമില്ലേ? നമ്മളിതുവരെയ്ക്കും പാതാളത്തിൽ എത്തിയില്ല. അതെ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാലോ? വെള്ളത്തിൽ ഓടിച്ചിട്ട് ഒരു കാര്യമില്ലേ? ഓ ഗൈസ്, ഇതുണ്ടില്ലേ? വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ നേരെ പാതാളത്തിൽ പോയി. ഇതായിരിക്കും ബ്രോ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അല്ലാണ്ട് വണ്ടി ഓടിച്ചിട്ട് കാര്യമില്ല. വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നേരെ പോവുള്ളൂ. അതിനൊരു അവസാനമില്ല. ഈ മിത്തിപ്പോൾ ഏതായാലും വർക്കിംഗ് തന്നെയാ. ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.